ഹായ് ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ കണ്ടിരുന്നു, രേവതിക്ക് വലിയൊരു കോർപ്പറേറ്റ് കമ്പനിയുടെ മുതലാളിയുടെ മകളുടെ വിവാഹത്തിനുള്ള ഒരു ഓർഡർ കിട്ടുകയാണ് കേട്ടോ. അത് വലിയൊരു ഓർഡറാണ്, ഒരു 8 ലക്ഷം രൂപയുടെ ഓർഡറാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലാഭമായിട്ട് 1 ലക്ഷം രൂപയെങ്കിലും നമ്മുടെ രേവതിക്ക് ആ ഒറ്റ ഓർഡറിൽ കിട്ടും. അങ്ങനെ നമ്മുടെ ഹേമ ഉണ്ടല്ലോ, ഹേമ എന്ന് പറഞ്ഞ ഈ ഡെക്കറേറ്റ് ചെയ്യുന്ന ആളാണ് രേവതിക്ക് ഇപ്പോൾ എതിരായിട്ട് നിൽക്കുന്നത്. അങ്ങനെ അവരും ചന്ദ്രമതിയും കൂടിയിട്ട് നമ്മുടെ രേവതിക്ക് ഈ ഓർഡർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നടന്നിട്ട് നമ്മുടെ രേവതി ഒപ്പിക്കുന്ന ആ പൈസ ഉണ്ടല്ലോ, ആ പൈസ ചന്ദ്രമതിയുടെ നിർദ്ദേശപ്രകാരം ഫോണിലൂടെ എല്ലാം അറിയിക്കുന്നുണ്ട്. അങ്ങനെ ചന്ദ്രമതി പറഞ്ഞതനുസരിച്ചിട്ട് ഹേമയുടെ ഗുണ്ടകളെ വിട്ടിട്ട് രേവതിയുടെ ആ പൈസ അടിച്ചുകൊണ്ട് പോവാണ് കേട്ടോ. മാത്രമല്ല രേവതിയെ തള്ളിയിട്ട് രേവതിയുടെ തലയൊക്കെ പൊട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡുകളാണ് പറയാൻ പോകുന്നത്. എപ്പിസോഡ് ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം. അങ്ങനെ രേവതിയാണെങ്കിൽ ആ ഡെക്കറേറ്റ് ചെയ്യുന്ന മാനേജർ ഹേമയും രേവതിയും കൂടി ഇങ്ങനെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് അയാൾ ഉറപ്പിച്ച് പറയുന്നുണ്ട്, ഹേമയുടേത് പഴയ മോഡലുകളൊക്കെയാണ്, എന്നാൽ രേവതി പുതിയ പുതിയ മോഡലുകളൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഓർഡർ രേവതിക്കുള്ളതാണെന്നേ. അങ്ങനെ ഹേമ ഭയങ്കര വൈരാഗ്യത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഹേമയും രേവതിയും ശത്രുക്കളാണെന്നറിഞ്ഞ ചന്ദ്രമതി ഹേമയുമായിട്ട് കൂട്ടുകൂടുന്നത്. കാരണം രേവതി ഒരിക്കലും ഉയരത്തിലെത്താൻ പാടില്ല, അതിനെന്ത് സഹായം വേണമെങ്കിലും ഞാൻ കൂടെ ഉണ്ടെന്നും പറഞ്ഞിട്ട് ഫോൺ നമ്പർ വരെ കൊടുത്തിട്ടാണ് ചന്ദ്രമതി അവിടെ നിന്ന് പോരുന്നത്. അങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള പൂവിന് വേണ്ടിയിട്ട് പൂക്കടയിൽ ചെന്ന് ചോദിക്കുന്ന രേവതിക്ക് അയാൾ പറയുന്നുണ്ട്, 7 ലക്ഷം രൂപയുടെ പൂവൊക്കെ ഇറക്കിത്തരാം, എന്നാൽ 5 ലക്ഷം രൂപ അഡ്വാൻസ് ആയിട്ട് കൊടുക്കണമെന്നേ. രേവതി അങ്ങനെ ഒരുപാട് വിഷമിച്ച് വന്നിട്ട് സച്ചിയോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഈ ഓർഡർ എങ്ങനെയെങ്കിലും ചെയ്യണമെന്നേ. എന്നാൽ ഇത് അറിഞ്ഞ് രവിയാണെങ്കിൽ രവിയുടെ സുഹൃത്തുക്കളോടൊക്കെ വിളിച്ച് പൈസ ചോദിക്കുന്നുണ്ട്. അങ്ങനെ 1-2 പേരോട് വിളിച്ചിട്ട് കിട്ടിയില്ലെന്ന് കാണുമ്പോൾ സച്ചിക്കും രേവതിക്കും ഒരുപാട് വിഷമമാവാണ് കേട്ടോ. അവർ പറയുന്നുണ്ട്, അച്ഛാ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അച്ഛൻ ആരുടെയും മുമ്പിൽ കൈ നീട്ടണ്ടാന്ന്. അങ്ങനെ രവിയുടെ കയ്യിലുള്ള ഒരു 25,000 രൂപ അവരെ ഏൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ രേവതിയുടെയും സച്ചിയുടെയും കയ്യിലുണ്ടായിരുന്ന പൈസ എല്ലാം കൂട്ടി നോക്കുമ്പോൾ അവർക്കൊരു 3 ലക്ഷം രൂപയോളം ആവുന്നുണ്ട് കേട്ടോ. ഇനിയും വേണമല്ലോ 2 ലക്ഷം രൂപ. അതിനാകെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ വിഷമിച്ച് സ്റ്റാൻഡിലെത്തുന്ന സച്ചിയോട് ഈച്ചയും ഫ്രണ്ട്സും എല്ലാവരും കൂടി ചോദിക്കുന്ന സമയത്താണ് സച്ചി ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അങ്ങനെ അവരുടെ പോക്കറ്റിലുണ്ടായിരുന്ന പൈസയും കൂടി നമ്മുടെ സച്ചിയെ ഏൽപ്പിക്കുകയാണ്. ഈ സമയം രേവതിയാണെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയിട്ട് ലക്ഷ്മി അമ്മയുടെയും ദേവുവിൻ്റെയും വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്ന് ചോദിക്കുന്ന സമയത്ത് ലക്ഷ്മി അമ്മയുടെയിൽ ഒന്നുമില്ല. അതുപോലെ തന്നെ ദേവു ആണെങ്കിൽ തൻ്റെ അക്കൗണ്ടിലുള്ള ഒരു 50,000 രൂപയുണ്ട്, അതെടുത്ത് തരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ രേവതി ഒരുപാട് പറയുന്നുണ്ടെങ്കിലും എൻ്റെ ചേച്ചിയാണ് എല്ലാം എനിക്ക് വേണ്ടിയിട്ട് ചെയ്തത്, ചേച്ചിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേന്ന് പറഞ്ഞിട്ട് ദേവു വീണ്ടും 50,000 രൂപ ഒപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയും വേണമല്ലോ 1 ലക്ഷം രൂപ. അതിനെന്ത് ചെയ്യണമെന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുന്ന രേവതിയോട് ദേവു പറയുന്നുണ്ട്, എനിക്കറിയാവുന്ന ഒരു ഫൈനാൻസർ ഉണ്ട്, ഞാൻ ആ ഫൈനാൻസറോടും കൂടി ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് ചോദിച്ചാൽ കിട്ടുമെന്നുള്ള ഒരു ഉറപ്പിന്മേൽ രേവതി അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അങ്ങനെ രേവതിയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പോയതിന് ശേഷം ദേവു അരുണിനെ വിളിച്ചിട്ട് അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അരുണ് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ദേവു കാണണമെന്ന് പറഞ്ഞേന്നേ. അപ്പോൾ നമ്മുടെ രേവതിക്ക് ഇതുപോലെ വലിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. 5 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കണം. ഒരു 4 ലക്ഷം രൂപയോളം ഇപ്പോൾ അത്യാവശ്യം റെഡി ആയിട്ടുണ്ട്. ഇനി 1 ലക്ഷം രൂപയും കൂടി ആവശ്യമുണ്ട്. ഒരു അരുണേട്ടൻ അറിയുന്ന ഒരു ഫൈനാൻസറുടെ കയ്യിൽ നിന്ന് എനിക്ക് മേടിച്ച് തരുമോ, അല്ലെങ്കിൽ ഒരാളെ ഒന്ന് പരിചയപ്പെടുത്തി തരുമോ എന്നൊക്കെ ഇങ്ങനെ ദേവു ചോദിക്കുന്നുണ്ട്. ഈ സമയം അരുണ് പറയുന്നുണ്ട്, അല്ല ദേവു, എൻ്റെ പ്രൊഫഷൻ അറിയാമല്ലോ, ഞാനൊരു പോലീസുകാരനായതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും പലിശയ്ക്കോ ഒരു ഫൈനാൻസറുടെ കയ്യിൽ നിന്നോ ഒരിക്കലും ക്യാഷ് മേടിക്കാറോ ഇല്ല, അവരുമായിട്ടൊരു ബന്ധം വെക്കാറും ഇല്ല. കാരണം എന്തെങ്കിലും അതിൻ്റെ മേലിൽ ഒരു ഇഷ്യൂ വന്നാൽ അതെൻ്റെ ജോലിയെ തന്നെ ബാധിക്കും. അപ്പോൾ ദേവുന് ഭയങ്കര വിഷമമാവാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക, അരുണേട്ടൻ എവിടുന്നെങ്കിലും ആരെങ്കിലും അറിയെങ്കിൽ പരിചയപ്പെടുത്തുമല്ലോ എന്ന് ഓർത്താണ് ഞാൻ വന്നേന്നൊക്കെ.
ഈ സമയം അരുണ് പറയുന്നുണ്ട്, എന്തായാലും നിന്റെ ചേച്ചിക്ക് വലിയൊരു ഓർഡർ കിട്ടിയതല്ലേ, അതെന്തായാലും മിസ്സാക്കണ്ട. 1,00,000 രൂപയല്ലേ, അത് തൽക്കാലത്തേക്കിനെ ഞാൻ തരാന്ന് പറയുകയാണേ. അയ്യോ അരുണേട്ടാ, അതൊന്നും വേണ്ടാന്ന് ദേവു പറയുന്നുണ്ടെങ്കിലും അതൊന്നും സാരമില്ല, നിന്റെ ചേച്ചി എന്ന് പറയുന്നത് എൻ്റെ കുടുംബം പോലെ തന്നെയല്ലേ, അപ്പോൾ ഈ ഓർഡർ കിട്ടുമ്പോൾ അതെല്ലാം കൊണ്ട് നല്ലതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അരുണ് ആ പൈസ കൊടുക്കാമെന്ന് സമ്മതിക്കുന്നുണ്ട്. ദേവു ഒരുപാട് പറയുന്നുണ്ടെങ്കിലും അരുണ് നിർബന്ധിച്ച് ആ 1,00,000 രൂപ കൊടുക്കാമെന്ന് സമ്മതിക്കുകയാണ് കേട്ടോ. ഈ സമയം സച്ചിയും രേവതിയും കൂടി നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇനി 1,00,000 രൂപയും കൂടി കുറവുണ്ടല്ലോ, 50,000 രൂപ ദേവു തരാമെന്ന് പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ രേവതി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം സച്ചി പറയുന്നുണ്ട്, രേവതി നമുക്ക് അച്ചമ്മയോടൊന്ന് ചോദിച്ചാലോന്നേ. ഏയ് അതൊന്നും വേണ്ട സച്ചിയേട്ടാ, ഇത് അച്ചമ്മ അറിഞ്ഞ അച്ചമ്മയുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ അത് അച്ചമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടാവില്ലേ എന്നൊക്കെ പറഞ്ഞ് അതിനെ അങ്ങ് തടയാണ് രേവതി ചെയ്യുന്നത്. ഈ സമയം ദേവു ആണെങ്കിൽ രേവതിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. ചേച്ചി ഇനി 1,00,000 രൂപയും കൂടി ആവശ്യമുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് റെഡിയായെന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല ദേവു, നീ ഒരു ഫൈനാൻസറോടോ മറ്റോ ചോദിക്കാമെന്ന് പറഞ്ഞിരുന്നില്ലേ, അതെന്തായെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ചേച്ചി അതൊക്കെ പറയാം, ഒരു അർജൻറ്റായിട്ട് ചേച്ചി ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്കൊന്ന് വരാമോ എന്ന് ദേവു ചോദിക്കുന്നുണ്ട്. അങ്ങനെ ശരി ഞാൻ വരാമെന്നും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തതിന് ശേഷം സച്ചിയോട് പറഞ്ഞിട്ട് രേവതി ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേവു പുറത്ത് തന്നെ രേവതിയെ നോക്കി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും ദേവു വന്നിട്ട് എന്താ ചേച്ചി പൈസയുടെ കാര്യം എന്തായെന്ന് ചോദിക്കുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട് റെഡി ആയില്ലെന്നേ. അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് 1,00,000 രൂപ ഒപ്പിച്ചിട്ടുണ്ടെന്ന് ദേവു പറയുന്നുണ്ട്. ഈ സമയം രേവതിക്ക് ഭയങ്കര വിഷമമാവാണ് കേട്ടോ. എന്നാലും നീ ഏത് ഫ്രണ്ടിൻ്റെ മുമ്പിലടി പോയി കൈ നീട്ടിയത്, എന്നാലും ഞാൻ കാരണം അങ്ങനെ ചെയ്യേണ്ടി വന്നല്ലോ, എനിക്ക് നിന്നോട് തന്നെ ചോദിക്കാൻ മടിയായിരുന്നു, എന്നിട്ടാണോ നീ വല്ലവരുടെ മുമ്പിൽ പോയി കൈ നീട്ടിയെന്നൊക്കെ രേവതി ചോദിക്കുന്നുണ്ട്. അതൊന്നും സാരമില്ല, അത് വേണ്ടപ്പെട്ട ഒരാളാണെന്നൊക്കെ ദേവു പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സംസാരിച്ച് അത് അരുണിൻ്റെ കയ്യിൽ നിന്നാണ് പൈസ വാങ്ങിയെന്ന് ദേവു രേവതിയോടായിട്ട് പറയുന്നുണ്ട്. എന്നാൽ രേവതി പറയുന്നുണ്ട്, അയ്യോ ദേവു അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു, അദ്ദേഹവുമായിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെയൊരു ബാധ്യതയൊന്നും ഉണ്ടാക്കി വെക്കേണ്ടിയിരുന്നില്ല എന്നൊക്കെ. എന്നാൽ ദേവു പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല ചേച്ചി, അരുണേട്ടൻ ഇങ്ങോട്ട് പറഞ്ഞിട്ടാണ് ഈ പൈസ തന്നിരിക്കുന്നത്, ഓർഡർ ചെയ്ത് 2 ദിവസം കഴിയുമ്പോൾ ക്യാഷ് കിട്ടുമല്ലോ, അപ്പോൾ തിരിച്ചു കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. രേവതിയുടെ കണ്ണൊക്കെ നിറയുന്ന കാണുമ്പോഴേക്കും ദേവു ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി തന്നെ? അല്ല ദേവു, ഈ പ്രായത്തിൽ എനിക്ക് വേണ്ടിയിട്ട് നീ ഇത്രയും കഷ്ടപ്പെട്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമാവുന്നു എന്ന് പറയുകയാണേ. അപ്പോഴേക്ക് ദേവു പറയുന്നുണ്ട്, ചേച്ചി ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട, ചേച്ചിക്ക് ഈ ഓർഡർ ശരിയായ ചേച്ചി വലിയൊരു ബിസിനസ് ലേഡിയാവും, പിന്നെ ഇത് ചേച്ചിയുടെ ഒരു ഉയർച്ചയുടെ വലിയ ഘട്ടമല്ലേ, പിന്നെ ചേച്ചിക്ക് ഡെക്കറേഷന് എന്തെങ്കിലും ആവശ്യമുണ്ട് എന്നെ വിളിച്ചാൽ മതി, കൂടുതൽ ആളുകളെ വേണമെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനെയും കൂട്ടി ഞാൻ വന്നോളാം എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോഴേക്കും എന്നാലും നീ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലോ മോളെ എന്നൊക്കെ രേവതി പറയുന്നുണ്ട്. അതൊന്നും സാരമില്ല ചേച്ചിക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവു സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ രേവതി പറയുന്നുണ്ട്, ഇപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി, എനിക്കൊരു പ്രശ്നം എന്ന് വന്നാൽ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും തളരില്ല, എനിക്ക് നല്ല വിജയം ഉണ്ടാവുമെന്ന് ഉറപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് രേവതി അവിടെ നിന്നങ്ങ് പോകുന്നുണ്ട്. ഈ സമയം മറുഭാഗത്ത് നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ ഇവിടെ നടക്കുന്ന അന്നേരം ഉള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഹേമയോട് വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. ഇതുവരെ അവൾക്ക് പൈസ ആയിട്ടില്ല, കെട്ടിയോളും കൂടിയേ ഈ ലോകം മൊത്തം തെണ്ടിക്കൊണ്ട് നടക്കുകയാണ്, 5,00,000 രൂപയൊന്നും അവരെ കൊണ്ട് ഒപ്പിക്കാനേ പറ്റില്ലെന്നൊക്കെ പറയുകയാണ് കേട്ടോ. ഈ സമയം നമ്മുടെ സച്ചിയും രേവതിയും കൂടിയിട്ട് നമ്മുടെ ചന്ദ്രമതിയോട് ആധാരം പണയം വെക്കാനൊക്കെ ചോദിച്ചിരുന്നു. എന്നാൽ ചന്ദ്ര അതൊട്ടും കൊടുക്കില്ലെന്ന് തീർത്ത പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം ഹേമയോട് പറയാണ്. അങ്ങനെ ഹേമ ചോദിക്കുന്നുണ്ട്, എങ്ങാനും നിങ്ങൾ മനസ്സ് മാറി ആധാരം എങ്ങാനും പണയം വെക്കാൻ കൊടുക്കുവോന്നേ? ഏയ് എന്തായാലും ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, കാരണം അവൾ ഒരിക്കലും ഉയർന്നു വരാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. ആ പൂക്കാരിയെ ഇപ്പം തന്നെ എന്നെ തറയിലിട്ട് ചവിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവൾക്കിപ്പോൾ കുറച്ച് വലിയ ഓർഡറും കൂടെ കിട്ടി വലിയ ആളായിപ്പോയാൽ അവൾ ഇവിടെ എങ്ങും നിൽക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഹേമയ്ക്ക് ഫുൾ സപ്പോർട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഹേമയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്, കാരണം ഒരിക്കലും രേവതിക്ക് ആ ഓർഡർ ചെയ്യാൻ പറ്റില്ലെന്ന് ഓർത്തിട്ട്.
അങ്ങനെ സച്ചിൻ രേവതിയും സംസാരിക്കുന്നതെല്ലാം ചന്ദ്രമതി ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ് കേട്ടോ. ഓ, ഇനി 1,00,000 രൂപയുടെയും കൂടെ ആവശ്യമുള്ളല്ലേ? ഇനിയിപ്പോൾ എങ്ങാണോ അമ്മയോട് ചോദിച്ചിട്ട് അവരത് മേടിക്കുമോ? അത്രയും ക്യാഷൊന്നും അമ്മയുടെ കയ്യിൽ കിട്ടില്ല എന്നൊക്കെയുള്ള സമാധാനത്തിലാണ് നമ്മുടെ ചന്ദ്രമതി ഇരിക്കുന്നത്. ഈ സമയം ശ്രുതി ഇങ്ങനെ പനിയായിട്ട് കിടക്കുകയായിരുന്നല്ലോ. രവീന്ദ്രൻ പോയിട്ട് നോക്കിയിട്ട് ചന്ദ്രയോട് പറയുന്നുണ്ട് ശ്രുതിക്ക് നല്ല പനിയാണെന്നേ. അങ്ങനെ ചന്ദ്രയാണെങ്കിൽ നെറ്റിയിൽ തുണിയിട്ട് കൊടുക്കുകയും ശ്രുതിക്ക് വേണ്ട മരുന്നുകളൊക്കെ ആയിട്ട് ശ്രുതിനെ ഇങ്ങനെ പോയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്താടാ നിനക്കെന്താ പെട്ടെന്ന് പനി പിടിച്ചതെന്ന് ചന്ദ്ര ചോദിക്കുന്ന സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, അമ്മേ ഇനി ശ്രുതിയുമായിട്ട് സംസാരിക്കാതെ വല്ല ഇരിക്കുന്നതുകൊണ്ടായിരിക്കുമെന്നേ. ഇത് കേൾക്കുമ്പോഴേക്ക് ചന്ദ്രയാണെങ്കിൽ പനിയാണെന്ന് പോലും നോക്കാതെ നമ്മുടെ ശ്രുതിയെ പിടിച്ച് ഒറ്റ തള്ളങ്ങ് തള്ളുകയാണ് കേട്ടോ. വയ്യെന്നൊന്നും ഞാൻ നോക്കുകയല്ല. നീ എന്തിനാണ് ഇത്രയൊക്കെ ഡിഗ്രി പഠിച്ചത്? നിനക്ക് ഇത്രയ്ക്ക് വിവരമില്ലേ? ആ പെരുങ്കള്ളിയായ അവളെ കാണാതെ സംസാരിക്കാതെ ഇരുന്നെന്നും പറഞ്ഞ് നിനക്ക് പനി പിടിക്കുമെന്ന് ചോദിക്കുകയാണേ. ഈ സമയം ശ്രുതിക്ക് പെട്ടെന്ന് അങ്ങ് ഭയങ്കര സങ്കടമാവാണ് കേട്ടോ. അതല്ല അമ്മേ, ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, നീ ഇനി മിണ്ടിപ്പോരുത് ആ കള്ളിയെക്കുറിച്ച്. നീ ഇത്ര പെട്ടെന്ന് അവള് ചെയ്തതെല്ലാം അങ്ങ് മറന്നോ എന്നാ ശ്രുതി പറയുന്നുണ്ട്. അതല്ല അമ്മേ, അവള് പണക്കാരി വീട്ടിലെ പെണ്ണല്ലെങ്കിലും അവള് നല്ലൊരു പെണ്ണായിരുന്നേ. അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, എന്താ അവള് നല്ല കാര്യം ചെയ്തിട്ടുള്ളത്? ഇത്രയും കള്ളത്തരങ്ങൾ പറഞ്ഞ് നിന്നെ പറ്റിച്ചു. അതും പോരാഞ്ഞിട്ട് നിന്റെ കുഞ്ഞ് അവളുടെ വയറ്റിൽ വളരുന്നുണ്ടെന്ന് വരെ പറഞ്ഞ് നിന്നെ അവളിട്ട് പന്താടിയില്ലേ? എന്നിട്ടും നീ അവളെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണോ? അല്ലെങ്കിലും എന്നെ പറഞ്ഞാൽ മതിയല്ലോ. നിന്റെ സൗന്ദര്യത്തിനും പഠിപ്പിനും അനുസരിച്ച് നിനക്ക് എത്ര നല്ല പെൺകുട്ടികളെ കിട്ടിയേനെ, കോടീശ്വരന്മാരുടെ വീട്ടിൽ നിന്ന്. ഇതിപ്പോ അവളെ തലയിൽ വെച്ച് തന്നതും ഈ അമ്മ തന്നെയല്ലേ? അമ്മ തന്നെ അതിനൊരു പരിഹാരം കണ്ടെത്തിക്കോളാം. നീ അതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കണ്ട. നീ മിണ്ടാതെ കിടന്ന് ഉറങ്ങാൻ നോക്കെന്നും പറഞ്ഞ് ചന്ദ്രമതി അവിടെ നിന്ന് അങ്ങ് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ഈ സമയം രേവതിയും സച്ചിയും കൂടി ആകെ ടെൻഷനിൽ ഇരിക്കുകയാണ് കേട്ടോ. കാരണം ഇനി 1,00,000 രൂപയും കൂടി ആവശ്യമുണ്ട്. അത് കയ്യിൽ കിട്ടിയിട്ടില്ലല്ലോ. കിട്ടിയിട്ട് വേണം അതൊന്ന് ഓർഡർ അഡ്വാൻസ് കൊടുക്കാനായിട്ട്. ഈ സമയം രേവതിയുടെ കൂട്ടത്തിലുള്ള ചേച്ചിമാരോടൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അവരുടെ ആരുടെയും കയ്യിൽ നിന്ന് പൈസയൊന്നും കിട്ടുന്നില്ല. ഇതുകൂടി കാണുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങ് സന്തോഷമാവുകയാണ് കേട്ടോ. അങ്ങനെ ഹേമയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇനി എന്തായാലും അവൾക്ക് ആ ഓർഡർ കിട്ടാൻ പോകുന്നില്ല, അത് ഹേമയ്ക്ക് തന്നെ കിട്ടുമെന്നേ. അപ്പോഴേക്ക് ഹേമ ചോദിക്കുന്നുണ്ട്, അതെന്താ ചന്ദ്രേ അങ്ങനെ പറഞ്ഞേന്നേ? അതെ, ഇത്രയും പൈസ അവളെ കൊണ്ട് ഇനി റെഡിയാക്കാൻ പറ്റില്ല. പിന്നെ എന്തായാലും ഈ ഓർഡർ ഹേമ തന്നെ ചെയ്യാനുള്ളതൊക്കെ നോക്കിക്കോളൂന്നേ. അപ്പോഴേക്ക് ഹേമ പറയുന്നുണ്ട്, എന്തായാലും കറക്റ്റ് സമയത്താണ് ചന്ദ്രയെ എൻ്റെ മുമ്പിൽ കൊണ്ട് എത്തിച്ചത്. നിങ്ങൾ എത്ര നല്ല സ്ത്രീയാണ്. അതുകൊണ്ടാണല്ലോ എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ അവൾക്ക് ഈ ഓർഡർ കിട്ടിയില്ലെങ്കിൽ അവൾക്ക് ഇനി ഓരോ ഓർഡറുകളും കിട്ടാൻ പോകുന്നില്ല. വരുന്ന ഓർഡറുകളെല്ലാം എനിക്ക് കിട്ടും. അതുപോലെ തന്നെ അവൾ ഈ ഓർഡറുകൾ ഒന്നും കിട്ടാതെ അവളുടെ അമ്മയെ പോലെ തന്നെ അമ്പലത്തിന് മുമ്പിൽ പൂക്കട ഇട്ടിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നൊക്കെ ചന്ദ്രയോട് പറയുന്നുണ്ട് കേട്ടോ. ഇതോടെ കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് അങ്ങ് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അത് തന്നെയാണ് എനിക്കും വേണ്ടത്. ആ പൂക്കാരി ഒരു ഉയരത്തിലെത്താൻ ഞാൻ സമ്മതിക്കില്ല എന്നേ. അങ്ങനെ രണ്ടുപേരും കൂടി ഭയങ്കര സംഭാഷണത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അരുണ് ദേവുവിൻ്റെ കയ്യിൽ പൈസ ഏൽപ്പിക്കുന്നുണ്ട്. രേവതിയെ വിളിച്ചിട്ട് ദേവു ഈ ക്യാഷും കൂടി രേവതിയുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ട് സച്ചിയോട് വന്ന് രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ അഡ്വാൻസ് കൊടുക്കാനുള്ള മുഴുവൻ പൈസയും റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ദേവുവിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് 1,00,000 രൂപയും വാങ്ങിച്ചു തന്നൂന്നേ. അങ്ങനെ സച്ചിക്കും ഭയങ്കര സന്തോഷമാണ്. കാരണം സച്ചിയെ കൊണ്ട് പറ്റിയില്ല. രേവതിക്ക് ഈ ഓർഡർ എങ്ങനെയെങ്കിലും കിട്ടണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നതും സച്ചിയാണല്ലോ. അങ്ങനെ എന്നാൽ ഇവർ തമ്മിൽ സംസാരിക്കുന്നത് ചന്ദ്രമതി കേട്ടിട്ട് പെട്ടെന്ന് തന്നെ ഹേമയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അതെ അവൾക്ക് ഇപ്പോൾ തന്നെ 5,00,000 രൂപ റെഡി ആയിട്ടുണ്ട്. അവൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങുവന്നേ. ഈ സമയം നമ്മുടെ അച്ഛമ്മയും വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ചന്ദ്ര പറയുന്നുണ്ട്, അച്ഛമ്മ അല്പം കഴിഞ്ഞിട്ടാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ചന്ദ്ര പറയുന്നുണ്ട്, എനിക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങുന്നത് അവളെ തടയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ എൻ്റെ ഭർത്താവ് രവിയേട്ടനും ഇവിടെ ഇരിപ്പുണ്ട്.
അതുകൊണ്ട് തന്നെ എന്ത് പറഞ്ഞ് തടയാൻ നോക്കിയാലും അദ്ദേഹം സമ്മതിക്കില്ല. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോ, അവൾ പൈസയായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുകയെന്ന് ചന്ദ്രമതി പെട്ടെന്ന് തന്നെ സിഗ്നൽ കൊടുക്കുന്നുണ്ട്. ഈ സമയം നമ്മുടെ ഹേമയാണെങ്കിൽ ഹേമയുടെ ആളുകളെ വിളിച്ചിട്ട്, കുറച്ച് റൗഡികളൊക്കെ ഉണ്ട് കേട്ടോ, അവരോട് വിളിച്ചിട്ട് രേവതിയുടെ ഫോട്ടോ സഹിതം കാണിച്ചു കൊടുത്ത് അവളുടെ കയ്യിൽ 5 ലക്ഷം രൂപയുണ്ട്, അവളുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും ആ ക്യാഷ് തട്ടിപ്പറിച്ച് എന്നെ കൊണ്ടുവന്ന് ഏൽപ്പിക്കണമെന്ന് ഹേമ അവരോടായിട്ട് പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ രേവതിയാണെങ്കിൽ നമ്മുടെ പണം അടങ്ങിയ ബാഗുമായിട്ട് അഡ്വാൻസ് കൊടുക്കാനായിട്ട് ചന്ദ്രോദയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ചന്ദ്രമതി ഹേമയ്ക്ക് കറക്റ്റ് റിപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ചിട്ട് ഹേമയുടെ ഗുണ്ടകൾ രേവതിയെ കാത്തിങ്ങനെ വഴിയിൽ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ രേവതിയാണെങ്കിൽ ഒരു ഓട്ടോ പിടിച്ചിട്ടാണ് പോകുന്നത്. കാരണം ഇത്രയും പണം അടങ്ങിയ ബാഗുമായിട്ടിട്ട് രേവതിയുടെ വണ്ടിയും കൊണ്ട് പോകണ്ടല്ലോ എന്ന് കരുതിയേ. അങ്ങനെ രേവതി ഓട്ടോയ്ക്ക് പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് കുറേ നേരം ഇങ്ങനെ ഈ ബൈക്കിൽ ഹേമയുടെ ഗുണ്ടകൾ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആളൊഴിഞ്ഞ ഒരു കോണിലെത്തുമ്പോഴേക്കും ഈ ഗുണ്ടകളാണെങ്കിൽ ഇങ്ങനെ ഒരു ആണി എറിഞ്ഞിട്ട് ഓട്ടോയുടെ ടയർ പഞ്ചറാക്കിയിട്ട് മാറി നിൽക്കുകയാണ് കേട്ടോ. അവരിങ്ങനെ പുറകെ ഇങ്ങനെ മാറി നിൽക്കുന്ന സമയത്ത് രേവതി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ചേട്ടാന്ന്? അയ്യോ മോളെ, ഇനി മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ടയർ പഞ്ചറായി എന്ന് പറയാനേ. എന്നാൽ മോളിവിടെ വെയിറ്റ് ചെയ്യും, ഞാൻ ഇപ്പം തന്നെ ഒരു ഓട്ടോക്കാരനെ അറിയാവുന്ന ഒരു സുഹൃത്തിനെ വിളിച്ച് തരാമെന്ന് പറയുന്നുണ്ട്. കുറച്ചുകൂടി അല്ലേ ഉള്ളു ചേട്ടാ, ഞാൻ നടന്നു പൊയ്ക്കോളാമെന്നും പറഞ്ഞിട്ട് രേവതി അവിടെ നിന്നങ്ങ് നടക്കുകയാണ് കേട്ടോ. ഈ സമയം ഹേമയുടെ ഗുണ്ടകളാണെങ്കിൽ പുറകെ നിന്ന് വന്നിട്ട് നമ്മുടെ ബൈക്കിനാണ് വരുന്നത്. രേവതിയുടെ കയ്യിലിരിക്കുന്ന ക്യാഷ് ഇങ്ങനെ തട്ടിപ്പറിക്കുകയാണ്. എന്നാൽ രേവതി ഇത് പിടിവിടുന്നില്ല കേട്ടോ. എന്നാലും ഇവരെ ബലം പിടിച്ച് രേവതിയെ ഇങ്ങനെ തള്ളി മറിച്ചിട്ടിട്ട് രേവതിയുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് അങ്ങ് പോവാണ് കേട്ടോ. എന്നാൽ ഈ സമയം നമ്മുടെ രേവതിയുടെ തലയൊക്കെ പൊട്ടി ചോരയൊക്കെ ഒഴുകുന്നുണ്ട്. രേവതി അവിടെ നിന്ന് ഉറക്ക കരയാണ് കേട്ടോ. കാരണം പൂക്കടയിലെ ചേച്ചിമാരും എല്ലാവരും ഓടി വരുന്നുണ്ടെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ബൈക്കിന് വന്നവരെ ഫാസ്റ്റായിട്ട് അങ്ങ് പോയല്ലോ. അങ്ങനെ രേവതി ആ നടു റോഡിലിരുന്ന് കരയാണ് ചെയ്യുന്നത്. എൻ്റെ ദേവു പലരുടെയും കയ്യിൽ നിന്ന് കടം മേടിച്ചു തന്ന പൈസയാണ് ദേ കള്ളന്മാർ കൊണ്ടുപോയി ഓടിവായോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ രേവതി ഇങ്ങനെ തറയിലിരുന്ന് കരയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് വലിയൊരു ട്വിസ്റ്റ് നടക്കുന്നുണ്ട്. കാരണം രേവതി പണവുമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ സച്ചി ഒരു ട്രിപ്പ് പോയിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈച്ചയോട് പറഞ്ഞേൽപ്പിച്ചിരുന്നു, നമ്മുടെ രേവതി ക്യാഷുമായിട്ട് പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കാനായിട്ട് ഇടയുണ്ട്. അതുകൊണ്ട് തന്നെ രേവതിയെ ശ്രദ്ധിച്ചോണമെന്നേ. അങ്ങനെ ഈച്ചയും നമ്മുടെ അച്ഛമ്മയും കൂടിയിട്ട് നമ്മുടെ രേവതിയെ അന്വേഷിച്ച് പുറകെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവർ നമ്മുടെ ഹേമയുടെ ആളുകളെ ഓവർടേക്ക് ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. ഈ സമയം ഹേമ ഇങ്ങനെ വലിയ ദിവാസ്വപ്നമൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പം ക്യാഷുമായിട്ട് അവരിങ്ങെത്തും. രേവതിക്ക് ആ ഓർഡർ കിട്ടില്ല, തനിക്ക് ആ ഓർഡർ കിട്ടുമെന്നുള്ള ഒരു വിചാരത്തിലേക്ക്. ഈ സമയം ഗുണ്ടകളെ തടഞ്ഞു നിർത്തിയിട്ട് ഈച്ചയും നമ്മുടെ അച്ചമ്മ തന്നെ മതിയല്ലോ, നല്ല മർമാണി വിദ്യയൊക്കെ പ്രയോഗിക്കുന്ന നമ്മുടെ അച്ചമ്മയുടെ കിടിലം ഫൈറ്റ് സീനൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. അങ്ങനെ അച്ചമ്മ തടഞ്ഞു നിർത്തി ആ ക്യാഷ് മേടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ രേവതിക്ക് വലിയൊരു ഓർഡർ കിട്ടുന്നത് അത് നല്ല രീതിയിൽ ചെയ്യാനും പറ്റുന്നുണ്ട് കേട്ടോ. അതിനൊക്കെ ശേഷമായിട്ട് കറക്റ്റായിട്ട് നമ്മുടെ രേവതി വർക്ക് ചെയ്യാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് വലിയൊരു കുബുദ്ധിയും കൂടെ നമ്മുടെ ചന്ദ്ര ഒപ്പിക്കുന്നുണ്ട്. എന്നാലും രേവതിക്ക് വീട്ടിൽ നിന്ന് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് പോവാൻ പറ്റുന്നില്ല കേട്ടോ. എല്ലാ കറക്റ്റ് അഡ്വാൻസ് എല്ലാം കൊടുത്ത് ഫ്ലവർ എല്ലാം മേടിച്ച് ചെയ്യേണ്ട ദിവസമാകുമ്പോൾ രാവിലെ രേവതി ഇറങ്ങാൻ പോകുന്ന സമയത്താണ് ചന്ദ്രമതി തറയിലേക്ക് തെന്നു വീണതുപോലെ അഭിനയിക്കുന്നത്. അങ്ങനെ എനിക്ക് വയ്യേന്നും പറഞ്ഞ് കിടന്ന് കാറുന്ന സമയത്ത് രേവതിക്ക് മറ്റൊരു നിവൃത്തിയില്ലല്ലോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ട് തന്നെ രേവതി വീഡിയോ കോൾ വിളിച്ചിട്ട് നമ്മുടെ സച്ചിയും ദേവും ലക്ഷ്മിയമ്മയും എല്ലാവരും കൂടിയിട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നല്ല മനോഹരമായിട്ട് തന്നെ ആ ഡെക്കറേഷൻ വർക്ക് പൂർത്തിയാക്കുന്നുണ്ട്. രേവതിക്ക് ഉദ്ദേശിച്ചതിലധികം ലാഭത്തോട് കൂടിയിട്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുകയും നല്ല ലാഭം കിട്ടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെയൊരു അമ്മായിയമ്മ ഉണ്ടല്ലോ, അത് ആർക്കും കിട്ടാൻ പാടില്ല. കാരണം അത്രത്തോളം ദുഷ്ടത്തെയാണ് അവർ
എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം സ്വന്തം മരുമകളുടെ ഉയർച്ചയെ ഇത്രയധികം താഴ്ത്തിക്കെട്ടാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിലിരിപ്പ് എന്തായിരിക്കും? എന്നാൽ സച്ചിയാണെങ്കിൽ ഇതിനെതിരെ ഇതെല്ലാം അമ്മയുടെ അടവാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും സാരമില്ല സച്ചിയേട്ടാന്ന് പറഞ്ഞിട്ടാണ്. ചന്ദ്രമതി ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. രേവതി അടുക്കളയിലൊക്കെ പോയി നിന്ന് വളരെ പാടുപെട്ടാണ് ഓരോ സമയവും വീഡിയോ കോളിൽ വിളിച്ചിട്ട് അവരെ കൊണ്ട് വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്യിക്കുന്നത്. അങ്ങനെ ചന്ദ്രമതിയും ഹേമയും തല കുനിച്ച് നിൽക്കുന്ന ഒരു എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത്. നമ്മുടെ രേവതിയുടെ അടിപൊളി വിജയവും. അപ്പോൾ സൂപ്പർ എപ്പിസോഡുകളാണ് ഇനി നമ്മുടെ ചെമ്പനീർ പൂവിൽ വരാൻ പോകുന്നത്. എപ്പിസോഡ് എല്ലാവരും ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡുകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.